السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നാം ഇന്ന് ആരംഭിക്കുന്ന കിതാബ് അൽ-അല്ലാമ الشيخ عبد الرحمن بن ناصر السعيدي رحمه الله അദ്ദേഹം രചിച്ച ഫവായിദു മുസ്തംബതത്തും മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥയിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഫവായിദുകൾ, നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, അതാണ് ഈ കിതാബിന്റെ പേര്. നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളം നബിമാരുടെ ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തരാത്ത നബിമാരും വന്നുപോയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു. ആ ചരിത്രങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട പാഠങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. നമ്മൾ മാതൃകയാക്കേണ്ട കാര്യങ്ങൾ ആ ചരിത്രങ്ങളിലുണ്ട് എന്നതുകൊണ്ടാണ്. അല്ലാഹു തആല പറഞ്ഞു, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹും ഇഖ്തദിഹ്. അവർ അല്ലാഹു ഹിദായത്തിലാക്കിയവരാണ്, അവരുടെ ജീവിത ദർശനം, മാർഗദർശനം കൊണ്ട് നിങ്ങൾ മാതൃകയാക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബിമാരുടെ ചരിത്രം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ സൂറത്ത് യൂസുഫ് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ അത് ഉറ്റാലോചിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ്. മുൻഗാമികളും പിൻഗാമികളുമായിട്ടുള്ള പണ്ഡിതന്മാർ ആ സൂറത്തിൽ നിന്നുള്ള ഇബറത്തുകൾ, പാഠങ്ങൾ പ്രത്യേകം രചിച്ച കിതാബുകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജവാബുൽ കാഫി, അതായത് അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ സൂറത്ത് യൂസുഫിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, 1000 മുകളിൽ ഫവായിദുകൾ സൂറത്ത് യൂസുഫിൽ നമുക്ക് എഴുതാൻ സാധിക്കും. നാം അതിനുവേണ്ടി വേറൊരു കിതാബ് തന്നെ രചിക്കുന്നതാണ് എന്ന് അദ്ദേഹം ആ കിതാബിൽ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ എഴുതിയ കിതാബ് നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലാഹു എഴുതാൻ സാധിച്ചോ ഇല്ലയോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് ആരംഭിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആനിലൂടെ നിനക്ക് ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകമായിട്ടുള്ള പാഠങ്ങൾ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സൂറത്ത് പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. ചോദിക്കുന്നവർക്ക് പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാരുടെയും ചരിത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പ്രത്യേകം അള്ളാഹു സൂചിപ്പിച്ചു. അതായത് സഹോദരങ്ങളെ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഖുർആൻ. അപ്പൊ ഖുർആനിലെ ചരിത്രങ്ങളാവട്ടെ, താക്കീതുകളാവട്ടെ, വാഗ്ദാനങ്ങളാവട്ടെ, നിയമങ്ങളാവട്ടെ, ഇതെല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കത് ഏറ്റവും ആസ്വദിക്കാൻ സാധിക്കുക. കേവലം ഒരു പുസ്തകം എന്ന നിലക്ക്
അല്ലെങ്കിൽ പാരായണം ചെയ്യൽ മാത്രമാകുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ആസ്വാദനം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് തദബ്ബുറും തഫക്കുറും തദക്കുറും ഉറ്റാലോചിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ പാഠങ്ങൾ ആലോചിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് ഖുർആനിനെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുക. ഏതൊരു ചരിത്രത്തിലും പാഠങ്ങളിലും ഖുർആനിൽ നിന്ന് അത് നമുക്ക് ലഭിക്കും. ഇവിടെ സൂറത്ത് യൂസുഫ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ചിന്തിക്കുന്നവർക്ക് വലിയ ഉൾക്കാഴ്ച നൽകുന്ന കാര്യങ്ങൾ, അതുപോലെ ഇഖ്ലാസിനും സിദ്ഖിനും ഏറ്റവും നല്ല പര്യവസാനം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്, ഞെരുക്കത്തിനും അതുപോലെ തന്നെ പ്രതീക്ഷ കൈവിടുന്ന നിമിഷങ്ങളിൽ നിന്ന് അതിൽ നിന്നൊരു തുറവി എങ്ങനെയാണ് ലഭിക്കുക എന്നത്, മുഅ്മിനീങ്ങൾക്കും മുഖ്ലിസീങ്ങൾക്കും മാതൃകയാകുന്ന കാര്യങ്ങൾ, ക്ഷമിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും മാതൃകയാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ദഅവത്ത് ചെയ്യുന്ന അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് മാതൃകയാകുന്നവർ, നീതിമാനായ ഒരു ഭരണാധികാരി എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഒരു യുവാവ് അവന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് എത്രത്തോളം ആയിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ മാതൃക, ധാരാളം കാര്യങ്ങൾ ഈ ഒരു സൂറത്തിലൂടെ ഈ ഒരു ചരിത്രത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ചിട്ടുള്ള ഈ കിതാബ് നമ്മൾ വായിക്കും, അതിന്റെ ആശയങ്ങൾ പറയുകയും ആവശ്യമുള്ള ഭാഗത്ത് ചെറിയ നിലക്കുള്ള ഒരു വിശദീകരണം പറയുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഉപകരിക്കുന്ന ഒരു കിതാബായിട്ട് അല്ലാഹു തആല ആക്കുമാറാകട്ടെ. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇത് ആരംഭിക്കുന്നത് ഇതിന്റെ മുഖദ്ദിമയിൽ അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം അമ്മാ ബഅദ് فهذه فوائد مستنبطة من قصة يوسف صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين. കിതാബിന്റെ പേരും അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലും എല്ലാ നബിമാരുടെ മേലെയും അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. فإن الله تعالى قصها علينا مبسوطة. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ചുരുങ്ങിയ നിലയിൽ തന്നെ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. وقال في آخرها, എന്നിട്ട് ആ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു لقد كان في قصصهم عبرة لأولي الألباب. ഈ ചരിത്രത്തിൽ, ഇവരുടെ ഈ ചരിത്രത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇബ്റത്തുണ്ട്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠമെന്നോ ജീവിതത്തിൽ പകർത്താനുള്ള ഉറ്റാലോചിക്കാനുള്ള കാര്യമെന്നെല്ലാം മനസ്സിലാക്കാം. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു വൽ ഇബ്റത്തു, ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ മാ യുഅ്തബറു ബിഹി വയുഅ്ബറു മിൻഹു ഇലാ മആനിൻ വഅഹ്കാമിൻ നാഫിഅത്തിൻ വതൗജീഹാത്തിൻ ഇലൽ ഖൈറാത്ത് വതഹ്ദീരിൻ മിനൽ ഹലകാത്ത്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ അതിന്റെ ആശയങ്ങൾ കൊണ്ടും അതിലുള്ള വിധികൾ കൊണ്ടും നന്മയിലേക്ക് അത് വഴി കാണിക്കുന്ന കാര്യങ്ങളെ തൊട്ടും നാശത്തിൽ നിന്ന് തടയുന്ന കാര്യങ്ങളെ തൊട്ടും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് പറയുന്നത്. അപ്പൊ ഈ സൂറത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള നന്മയിലേക്ക് മുന്നേറാനും തിന്മയിൽ നിന്ന് അകലാനും അതുപോലെ ഒരുപാട് ആശയങ്ങൾ പഠിക്കാനുമുള്ള പാഠങ്ങൾ അതിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഖസസുൽ അംബിയാഇ കുല്ലുഹാ കദാലിക്. എല്ലാ നബിമാരുടെ ചരിത്രം അതുപോലെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചരിത്രം പരാമർശിച്ചിട്ടുള്ള നബിമാരെ നോക്കി നോക്കി. ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യമാണ്. അതിൽ ധാരാളം പാഠങ്ങളുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ, അങ്ങനെ തുടങ്ങി ഓരോ നബിമാരുടെ ചരിത്രത്തിലും നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. എന്നിട്ട് പറയാണ് ലാകിൻ ഹാദിഹിൽ ഖിസ്സത ഖസ്സഹ അല്ലാഹു ബിഖൗലിഹി ലഖദ് കാന ഫീ യൂസുഫ വഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. പക്ഷേ ഈ ഒരു ചരിത്രം പറഞ്ഞിടത്ത് മാത്രം അല്ലാഹു തആല പറഞ്ഞു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ചോദിച്ചറിയുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ പാഠം ലഭിക്കണമെങ്കിൽ അത് ആരായിരിക്കണം? ചോദിച്ചറിയുന്ന ആളുകളായിരിക്കണം. ചോദിച്ചറിയുന്ന ആളുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഫഫീഹ ആയാതുൻ വഇബറുൻ മുതനവ്വിഅതുൻ ലികുല്ലി മൻ യസ്അലു വയുരീദുൽ ഹുദാ വറശാദ്. ആരാണോ നേർമാർഗവും നേരായ രീതിയിൽ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിലേക്ക് നേരായ മാർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്,
അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, ചോദിക്കുന്നത്, അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഈ സൂറത്തിലുണ്ട്. എല്ലാ ആളുകൾക്കും ലഭിച്ചോളണമെന്നില്ല. ഹക്ക് തേടുന്ന, ഹിദായത്ത് തേടുന്ന ആളുകൾക്കാണ് ഈ സൂറത്തിൽ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങൾ ഉള്ളത് എന്ന് പറയാണ്. എന്താ അതിന് കാരണം? ലിമാ ഫീഹാ മിനത്ത് തനഖുലാതി മിൻ, കാരണം ഈ സൂറത്തിൽ, ഈ കഥയിൽ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഹാലിൻ ഇലാ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്. വമിൻ മിഹ്നത്തിൻ ഇലാ മിഹ്നത്തിൻ, ഒരു പരീക്ഷണത്തിൽ നിന്ന് മറ്റൊരു പരീക്ഷണത്തിലേക്ക്. വമിൻ മിഹ്നത്തിൻ ഇലാ മിൻഹത്തിൻ വമിന്നത്തിൻ, ഒരു പരീക്ഷണത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും അതുപോലെ നേട്ടങ്ങളിലേക്കും. അതുപോലെ വമിൻ ദുല്ലത്തിൻ വരിഖിൻ ഇലാ ഇസ്സിൻ വമുൽക്കിൻ, നിന്യതയും അടിമത്വത്തിൽ നിന്ന് പ്രതാപത്തിലേക്കും അധികാരത്തിലേക്കുമുള്ള മാറ്റം. വമിൻ ഫുർഖത്തിൻ വശതാത്തിൻ ഇലാ ഇജ്തിമാഇ വഇദ്റാഖി ഗായാത്തിൻ, അതുപോലെ തന്നെ വേർതിരിഞ്ഞ് പരസ്പരം അകന്നുപോയിട്ട് വീണ്ടും ഒരുമിക്കുന്നതിലേക്ക്. വമിൻ ഹുസ്നിൻ വതർഹിൻ ഇലാ സുറൂരിൻ വഫർഹിൻ, സങ്കടവും ദുഃഖവുമായ അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള മാറ്റം. വമിൻ റഖാഹിൻ ഇലാ ജദ്ബിൻ, സൗഖ്യമുള്ള അവസ്ഥയിൽ നിന്ന് വരൾച്ചയുള്ള അവസ്ഥയിലേക്ക്. വമിൻ ജദ്ബിൻ ഇലാ റഖാഇൻ, വരൾച്ചയുള്ള അവസ്ഥയിൽ നിന്ന് സൗഖ്യമുള്ള അവസ്ഥയിലേക്ക്. വമിൻ ദീഖിൻ ഇലാ സിഅത്തിൻ, ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക്. അതുപോലെ പലതരത്തിൽ ഈ സൂറത്തിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഈ വാചകങ്ങൾ ശരിക്ക് പറഞ്ഞിട്ടുള്ളത് അൽ ഫൈറൂസാബാദി അദ്ദേഹത്തിന്റെ ബസായിറു ദവിത് തമീസ് എന്ന കിതാബിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ പറയുന്നിടത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ വാചകം കൊടുത്തിട്ടുള്ളത്. അത് ഇമാം സഅദി ഒന്നുകൂടി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫതബാറക മൻ ഖസ്സഹാ വവദ്ദഹഹാ വബയ്യനഹാ, ഇത് നമുക്ക് പറഞ്ഞു തന്ന, ഇത് നമുക്ക് വിശദീകരിച്ചു തന്ന അല്ലാഹു തആല അനുഗ്രഹപൂർണനാണ്. എന്നിട്ട് പറയാണ് ഫമിൻ ഫവായിദി ഹാദിഹി സൂറ, ഈ സൂറത്തിന്റെ ഫവായിദിൽപ്പെട്ട കാര്യമാണ് അന്ന ഫീഹാ ഉസൂലൻ ലിഇൽമി തഅബീരി റുഅയ, കാരണം ഈ സൂറത്തിൽ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പലരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്, നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇസ്ലാമിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത്. അതിനെപ്പറ്റി ഈ സൂറത്തിൽ ധാരാളം ഉപമകൾ, ഫവായിദുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ വളരെ ചുരുക്കം ചില പണ്ഡിതന്മാർ മുൻഗാമികളിൽ അതിനെക്കുറിച്ച് കിതാബുകൾ എഴുതിയത് കാണാൻ സാധിക്കും, അതിന്റെ ചില രീതികളെ പറ്റിയെല്ലാം. അപ്പൊ അത് ഈ സൂറത്തിലുണ്ട്. സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള അറിവ് അത് മഹത്തരമായിട്ടുള്ള, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അറിവാണ്. മബ്നാഹു അല, അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഫഹം, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കലും. വൽ ഉബൂർ മിനൽ അൽഫാളി വൽ മഹ്സൂസാത്തി വൽ മഅനവിയാത്തി ഔ മാ യുനാസിബുഹാ, ആ സ്വപ്നത്തിന്റെ വാക്കുകളും അതിന്റെ രീതികളും അതിന്റെ കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുക, അതിൽ നിന്ന് ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന. ബിഹസബി ഹാലിർ റാഇ വബിഹസബിൽ വഖ്ത് വൽ ഹാലിൽ മുതഅല്ലിഖതി ബിറുഇയ, അതിൽ എന്തെല്ലാം ബന്ധങ്ങൾ ഉണ്ടാകും? കണ്ട ആളാരാണ്, അതുപോലെ കണ്ട സമയം എന്താണ്, കണ്ട വിഷയം എന്താണ്, സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ, അത് ആരാണ് കണ്ടത്, ഏത് സമയത്താണ് കണ്ടത്, അഥവാ ഏതൊക്കെ സന്ദർഭത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ എന്താണ്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള ഇൽമ് നിലനിൽക്കുന്നത്. വഖദ് അസ്ന അല്ലാഹു അലാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ബിഇൽമിഹി ബിതഅ്വീലിൽ അഹാദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയിട്ടുള്ള, പ്രശംസിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്വപ്ന വ്യാഖ്യാനം അറിയാമെന്നുള്ളത്, പഠിപ്പിച്ചിട്ടുണ്ട്. തഅ്വീൽ അഹാദിയത്തിൽ അഹ്കാം അശ്ശറഇയ്യ വൽ അഹാദിയത്തിൽ മുതഅല്ലിഖതി ബിതഅബീർ റുഅയ, ശരീഅത്തിന്റെ നിയമങ്ങൾ, ദീനി നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുമുണ്ട്, അതുപോലെ സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചുള്ള അറിവുമുണ്ട്. വൽ ഫർഖ് ബൈന റുഅയ സഹീഹ വൽ അഹ്ലാം അല്ലതി ഹിയ അദ്ഗാസ് അഹ്ലാം ലാ തഅ്വീൽ ലഹാ, ഇനി സഹീഹായിട്ടുള്ള വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന സ്വപ്നവും അതല്ലെങ്കിൽ നിരർത്ഥകമായിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള, ഒരു ഗുണവുമില്ലാത്ത സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം, അഥവാ വ്യാഖ്യാനമില്ലാത്ത എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, مثل ما يراه من يفكر ويطيل تأمله لبعض الأمور فإنه كثيرا ما يرى في منامه من جنس ما يفكر به في يقظته. ഒരു ഉപകാരമില്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടാവും, അഥവാ വ്യാഖ്യാനിക്കാൻ യാതൊരു അവസ്ഥയുമില്ലാത്ത, അതിനൊരു കാരണവുമില്ലാത്ത സ്വപ്നങ്ങൾ. അതെന്താണ്?
ഒരാൾ അവന്റെ ഉണർച്ചയിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന കാര്യം എന്താണോ, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ ഏറ്റവും അധികം മുഴുകിയിട്ടുള്ള കാര്യം എന്താണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? അവർ സ്വപ്നത്തിൽ കാണും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ നഫ്സിൽ നിന്ന് സ്വപ്നം ഉണ്ടാവും. പ്രധാനമായിട്ടും സ്വപ്നങ്ങൾ 3 തരത്തിലുണ്ടാവുക. ഒന്ന്, ഒരാളുടെ നഫ്സിന്റെ ഉള്ളിൽ നിന്നുള്ളത്, അഥവാ അവന്റെ ചിന്തകളും അവന്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള അവൻ മുഴുകിയിട്ടുള്ള കാര്യങ്ങൾ. 2, ശൈത്താനിൽ നിന്നുള്ളത്, അതിൽ പറയുന്നുണ്ട് പിശാചിൽ നിന്നിട്ട് വരുന്ന സ്വപ്നങ്ങൾ. 3, അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങൾ. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ് വ്യാഖ്യാനിക്കാനുള്ള സ്വപ്നങ്ങളായിട്ടുള്ളത്. അപ്പോ ഒരാൾ ധാരാളമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ അവൻ സ്വപ്നത്തിൽ കാണാം. അത് നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. അതിനൊരു വ്യാഖ്യാനം പറയാൻ പറ്റൂല. ഒരാൾ ഒരു കാര്യം കുറെ ആലോചിക്കുന്നുണ്ട്, അതവൻ സ്വപ്നം കണ്ടു, അതിനൊരു വ്യാഖ്യാനം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വ്യാഖ്യാനമില്ലാത്ത മറ്റൊരിനമാണ് ما يلقيه الشيطان على روح النائم من المراء الكاذبة والمعاني المتخبطة. ഷെയ്ത്താൻ ഒരു ഉറങ്ങുന്ന ഒരാളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചില സ്വപ്നങ്ങൾ, അവന്റെ സ്വപ്നത്തിൽ ഇട്ടുകൊടുക്കുന്ന ചില കാര്യങ്ങൾ, അത് കളവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫഹാദിഹി അയ്യുബൻ ലാ തഅബീറ ലഹാ. അതിനും ഒരു വ്യാഖ്യാനം നമുക്ക് പറയാൻ പറ്റൂല, അതിനൊരു ഗുണപാഠം ഉണ്ടാവില്ല. ولا ينبغي للعاقل أن يشغل بها فكره بل ينبغي له أن يلهى عنها. അങ്ങനെയുള്ള സ്വപ്നം കണ്ടാൽ ബുദ്ധിയുള്ള ഒരാൾ അതിന്റെ മേലെ ചിന്തിച്ച് സമയം കളയരുത്, അത് ഒഴിവാക്കി കളയണം. അത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. وأما الرؤيا الصحيحة, സഹീഹായിട്ടുള്ള ശരിയായിട്ടുള്ള വ്യാഖ്യാനിക്കാൻ കഴിയുന്ന അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ فهي إلهامات يلهمها الله للروح عند تجردها عن البدن وقت النوم. ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് റൂഹ് മാറുമ്പോൾ അല്ലാഹു തആല ആ റൂഹിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചില ഇൽഹാമുകളാണ് റുഇയ സ്വഹീഹ, ശരിയായിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത്. ഔ അംസാലുൻ മദ്റൂബത്തുൻ, അല്ലെങ്കിൽ ചില ഉപമകളായിട്ട് കാണിക്കും. അള്ളാഹു കാണിക്കുന്ന സ്വപ്നങ്ങൾ ചില ഉപമകളായിട്ട്, കറക്റ്റ് ആയിട്ടൊരു കാര്യം ആയിക്കൊള്ളുന്നില്ല, പക്ഷെ അതിലേക്ക് ബന്ധിപ്പിക്കുന്ന ചില ഉപമകളായിരിക്കും. യദ്രിബുഹാ അൽ മലകു ലിൽ ഇൻസാനി ലിയഫ്ഹമ ബിഹാ ما وقد يرى الشيء على حقيقته ويكون تعبيره هو ما رآه في منامه. അത് ചിലപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കായിരിക്കാം. ആ മലക്ക് മനുഷ്യനിൽ ചില കാര്യങ്ങളുടെ കുറിച്ചുള്ള ഒരു ധാരണ കാണിക്കുന്ന രീതിയിൽ ചില ഉപമകളിലൂടെ ആ സ്വപ്നം കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കാണാം, ഏറ്റവും സിദ്ഖുള്ള, സത്യസന്ധതയുള്ള, സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകളായിരിക്കും ഏറ്റവും സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണുക എന്നത്. സ്വപ്നങ്ങൾ നബുവത്തിന്റെ 30-40 ഒരു ഭാഗമായിട്ട് പറഞ്ഞതായിട്ടും ഹദീസുകൾ കാണാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിൽ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് കാണിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. അത് ഒന്നെങ്കിൽ നേരെ വണ്ണം ആ കാര്യം കാണിക്കാം, അതല്ലെങ്കിൽ ചില ഉപമകളിലൂടെ ആ സ്വപ്നം കാണിക്കുന്ന രീതിയുമുണ്ട്. فيوسف عليه السلام أعطاه الله من العلم ما يميز به بين المرائي الصحيحة والباطلة والحق والباطل منها. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്ത് കഴിവ് നൽകിയിട്ടുണ്ട്? കാണുന്ന സ്വപ്നം അത് സഹീഹായിട്ടുള്ള സത്യമായിട്ടുള്ള സ്വപ്നമാണോ അതല്ല ബാത്തിലായിട്ടുള്ള നിരർത്ഥകമായിട്ടുള്ളതാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. وهذه القصة فيها الدلالة على تعبير الرؤيا من وجوه. പല രീതിയിൽ ഈ സൂറത്തിൽ സ്വപ്ന വ്യാഖ്യാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹദുഹ, അതിലൊന്നാമത്തേത് رؤيا يوسف التي قصها على أبيه يعقوب عليه السلام. ഒന്നാമത് തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സ്വപ്നമാണ്. യഖൂബ് നബി അലൈഹി സ്വലാം വിശദീകരിച്ചു കൊടുത്ത, വ്യാഖ്യാനിച്ചു കൊടുത്ത യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സ്വപ്നം എന്താണ്? സൂറത്ത് യൂസുഫിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇദ് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി. യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ ഉപ്പയോട് പറഞ്ഞു, എന്റെ ഉപ്പ, ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഞാൻ ഒരു സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പാനോട് പറഞ്ഞു. ഫഫസ്സറഹ യാഖൂബ് അലൈഹിസ്സലാം ബിഗായാതിഹാ. യാഖൂബ് നബി അലൈഹിസ്സലാം അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു. വമാ തഊലു ഇലൈഹി വബിവസായിലിഹ അല്ലതി തതഖദ്ദമു അലൈഹാ.
ഫഫസ്സറ الشمس والقمر أبي يوسف وأمه സൂര്യനെയും ചന്ദ്രനെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പയും ഉമ്മയുമാണെന്ന് പറഞ്ഞു. വൽകവാകിബുൽ 11 ഇഖ്വതുഹു 11 നക്ഷത്രങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. وأن الحال سيكون ما آلها أن الجميع لا يسجدون ليوسف ويخضعون له. അതായത് ഈ എല്ലാവരും യൂസുഫിന് മുമ്പിൽ താഴ്ന്നു നിൽക്കുന്ന സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ് സ്വപ്നം എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള സുജൂദ് ഉലമാക്കൾ പറയുന്നു ആ സുജൂദ് ഇബാദത്തായിട്ടുള്ള നിലക്കുള്ളതല്ല, തഹിയ്യത്തായിട്ട് മുൻപ് കാലത്തെ ശരീഅത്തുകളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയിലുള്ള സുജൂദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ശറഇലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ തഹിയ്യത്ത് എന്ന നിലയ്ക്ക് ഒരു അഭിവന്ദനം എന്ന നിലക്ക് ചെയ്യുന്ന സുജൂദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇബാദത്ത് എന്ന നിലയ്ക്കുള്ള സുജൂദല്ല. ولهذا لما حصل الاجتماع ودخل أبوه وأمه وإخوته مصر ورفع أبويه عليه العرش خر الجميع له سجدا. പിന്നീട് ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, അവർ മിസ്റിലെത്തുമ്പോൾ ഉപ്പയെയും ഉമ്മയെയും അവിടെ സിംഹാസനത്തിൽ ഇരുത്തി ബാക്കിയുള്ള സഹോദരങ്ങളുമായി എല്ലാവരും നിൽക്കുമ്പോൾ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ. വഖാല യൂസുഫ് മുതദക്കിറൻ ദാലിക തഅബീർ വതഫ്സീർ. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അന്ന് ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നത്തെ പറ്റി പറയുന്നുണ്ട്. യാ അബതി, എന്റെ ഉപ്പ, ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ൽ ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ. ഇതല്ലേ ഞാൻ ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, എന്റെ റബ്ബ് ദാ അത് ഹഖാക്കി മാറ്റിയിട്ടുണ്ട്, അത് സത്യമാക്കിയിട്ടുണ്ട്. അതായത് സഹോദരങ്ങളെ, ഈ ഓരോ കാര്യങ്ങളും സൂറത്ത് യൂസുഫ് ആവട്ടെ, ഏത് സൂറത്താവട്ടെ, ഖുർആന്റെ ഏതായത്താവട്ടെ, ഏതെങ്കിലും ഒരു തരത്തില് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന വലിയ തൗഫീഖാണ്. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിരുന്നു, നാം അതിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്ന് നമുക്ക് കൂടുതൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ചിന്തിക്കുമ്പോഴും ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കുന്ന പാഠങ്ങൾ ഈ സൂറത്തിലുണ്ട്. എന്നിട്ട് പറയാണ്, വഹാദാ അംറുൻ അദീമുൻ തസ്ലു ബിയൂസുഫ് الحال الى ان يكون معظما تعظيما بليغا عند ابويه واخوته وكذلك عند الناس. അത് മഹത്തായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു അന്ന് ചെറുപ്പത്തിൽ കണ്ടത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ഉപ്പയും ഉമ്മയും സഹോദരന്മാരെക്കാളെല്ലാം വളരെ മഹത്തരമായ സ്ഥാനത്ത് എത്തുമെന്നുള്ളത്. وهذه الغايه تستدعي وسائل مقدمات لا تحصل الا بها. ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം അഥവാ സ്വപ്ന വ്യാഖ്യാനവും അതുപോലെയുള്ള അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഒരു അവസ്ഥയിൽ നിന്ന് മാറി മഹത്തായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കലും അതുപോലെ ജനങ്ങളുടെ അടുക്കലും ഉന്നതമായ സ്ഥാനത്ത് എത്തുക എന്നുള്ളത് ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അത് ഈ സൂറത്തിൽ മനസ്സിലാക്കാം. എന്നിട്ട് പറയാൻ വഹുവ, അത് ഏതൊക്കെയാണ്? അൽ ഇൽമുൽ കസീറുൽ അദീം, ധാരാളം ഇൽമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. വൽ അമലു സ്വാലിഹ്, ഇൽമു മാത്രം പോരാ, അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. വൽ ഇജ്തിബാഉ മിനല്ലാഹ്, അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന ആളുകളാവണം. വൽ ഖിയാമു ബിഹഖ്ഖില്ലാഹ്, അല്ലാഹുവിന്റെ അവകാശങ്ങൾ നടപ്പിലാക്കുന്ന ആളായിരിക്കണം. വഹുഖൂഖുൽ ഖൽഖ്, സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകുന്നവനായിരിക്കണം. ഈ സൂറത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തെളിയിച്ചു കൊടുത്തതിന്റെ ഫലമാണ് പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത്രയും മഹത്തായ ഉന്നതമായ സ്ഥാനത്ത് എത്താനുള്ള കാരണം. فلهذا قال في ذكر السبب الموصل لهذه الغاية الجليلة. ഈ ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്താനുള്ള കാരണം പറയുന്നിടത്ത് ഈ സൂറത്തിൽ തന്നെ യാഖൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബിയോട് പറയുന്നുണ്ട്, വകദാലിക യജ്തബീക റബ്ബുക, കാരണം നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കും. വയുഅല്ലിമുക മിൻ തഅ്വീൽ ഹദീസ്, ശർഇന്റെയും സ്വപ്നത്തിന്റെയും ഈ വ്യാഖ്യാനം അല്ലാഹു നിന്നെ പഠിപ്പിക്കും. വയുതിമ്മു നിഅമതഹു അലൈക, നിന്റെ മേലെയുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കും. വഅലാ ആലി യാഖൂബ്, അതുപോലെ യാഖൂബ് കുടുംബത്തിന്റെ മേലെയും. കമാ അതമ്മഹ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹീമ വഇസ്ഹാഖ ഇന്ന റബ്ബക അലീമുൻ ഹകീം. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും അഥവാ യാഖൂബ് നബിയുടെ ഉപ്പയാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബിയുടെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അപ്പൊ അവരുടെ എല്ലാം പൂർത്തീകരിച്ച പോലെ ഈ അനുഗ്രഹം നിന്റെ മേലെയും പൂർത്തീകരിക്കും എന്ന് യാഖൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബിയോട് പറഞ്ഞിട്ടുണ്ട്.
യഅനി അതുകൊണ്ട് ഉദ്ദേശം ലാ ബുദ്ദ അയ്യുതിമ്മ അല്ലാഹു അലൈക നിഅമതഹു ബിതഅലീമിൽ ഉലൂമിൻ നാഫിഅ ഉറപ്പായിട്ടും അല്ലാഹു നിന്റെ മേലെ ഉപകാരപ്പെടുന്ന ഇൽമ് അത് പൂർത്തീകരിക്കുന്നതാണ്. വൽ അഅമാലിസ് സാലിഹ അതുപോലെ തന്നെ സാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നത്. വലിജ്തിബാഇ മിനല്ലാഹ് അല്ലാഹു നിന്നെ തിരഞ്ഞെടുക്കും. വഹുസൂലിൽ അഖ്ലാഖിൽ ജമീല ഏറ്റവും നല്ല സ്വഭാവങ്ങൾ നിനക്ക് നൽകും. വൽ മഖാമാത്തിൽ ജലീല ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും. ഫബശറഹു ബിഹുസൂലി ഹാദിൽ ഉമൂർ ഈ കാര്യങ്ങൾ ലഭിക്കുമെന്ന് ആദ്യം തന്നെ യൂസുഫ് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ثم بالوصول الى الرفعه في الدنيا والاخره അതുപോലെ തന്നെ അവസാനത്തിൽ ദുനിയാവിലും പരലോകത്തിലും ഉന്നതിയിലേക്ക് അല്ലാഹു എത്തിക്കുമെന്നും. وفي ضمن هذا التعبير من يعقوب ليوسف بشارة له وتسهيل لما سيناله من المشقات والكروب مع اخوته ഈ ഒരു സന്തോഷ വാർത്ത ആദ്യം തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം അറിയിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്. കാരണം അതെന്തിനാണ്? പിന്നീടുണ്ടാകുന്ന ആ ഞെരുക്കങ്ങളും സഹോദരന്മാരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അതെല്ലാം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. വഫിസ്തിജിൻ അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഫഇന്ന മൻ അലിമ അന്നൽ മകാരിഹ വൽ മശഖാത്ത് തുഫ്ളി ഇലൽ ഖൈർ വറാഹാത്ത് തസല്ല വഹാനത് അലൈഹി മശഖത്തുഹാ വസഹുലത് അലൈഹി വതഅതുഹാ ഒരാൾക്ക് മനസ്സിലാവാൻ അവനെന്തെങ്കിലും ഒരു ഞെരുക്കം വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ഒരു കഷ്ടപ്പാടുണ്ട് വിചാരിക്കുക. അപ്പൊ അവനറിയാം ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ട് പിന്നീടൊരു റാഹത്തും ഖൈറിലേക്കും ഇതെത്തും എന്നൊരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്തായിരിക്കും? അവന്റെ ആ ഞെരുക്കവും കഷ്ടപ്പാടും എന്തായിരിക്കും? അവന് നിസ്സാരായിരിക്കും. നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഏറ്റവും കയ്പുള്ള അല്ലെങ്കിൽ വേദനയേറിയ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം അതെന്താണ്, വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സർജറി കീറി മുറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കതിൽ ക്ഷമിക്കാൻ സാധിക്കുന്നത്? അതിനുശേഷം വലിയൊരു ഖൈറ്, ഞാൻ അനുഭവിക്കുന്ന വേറൊരു രോഗത്തിന് ശിഫ ആണിത്, അതിനൊരു മാറ്റമാണിത്, അതിനൊരു രക്ഷയാണിത് നമുക്ക് അറിയുന്നോണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത് ജീവിതത്തിൽ ഇതിനു ശേഷം ഒരു ഖൈറായ അവസ്ഥ വരാനുണ്ട്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ബാധകമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അത് ദുനിയാവിന്റെ നയമാണ്. ചിലപ്പോ സാമ്പത്തികമാകാം, ആരോഗ്യം കുറഞ്ഞിട്ടാകാം, രോഗമാകാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മക്കളുടെ നഷ്ടമാകാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരുടെ നഷ്ടങ്ങളായിരിക്കാം, പലതും ഉണ്ടാകാം. പക്ഷെ അതെല്ലാം പിന്നീട് ഒരു ഖൈറിനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നിസ്സാരമായി ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ് ആയിട്ടുള്ളത്. അങ്ങനെ ധാരാളം പാഠങ്ങൾ ഇതിലുണ്ട്. എന്നിട്ട് പറയാണ് അങ്ങനെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു സമാധാനം റാഹത്തും അതുകൊണ്ട് നേടാൻ പറ്റും. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം അവസാനത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തിൽ പറയുന്നുണ്ട്, എന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നതിനോട് ലത്തീഫായിരിക്കും. ലത്തീഫ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അനുകമ്പയുള്ള കാരുണ്യമുള്ള ആ ഒരു അവസ്ഥയിലായിരിക്കും എന്ന് പറയാം. അപ്പൊ ജീവിതത്തിലെ ഈ ഒരു ഘട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തു യൂസുഫ്. وهذا من مقتضى حكمة الله أن المراتب العاليات لا تنال إلا بالوسائل الجليلة. ഇത് അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്തിന്റെ അറിയിക്കുന്ന കാര്യമാണ്. എന്താണത്? ഉന്നതമായ ദറജകളിൽ ഒരാൾ എത്തണമെങ്കിൽ അത് മഹത്തരമായ വഴികളിലൂടെ മാത്രമേ എത്തുള്ളൂ. വെറുതെ ഒരാൾ എന്ത് ചെയ്യില്ല, ഉന്നതമായ സ്ഥാനത്ത് എത്തില്ല. വലിഹാദ ഖാല, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന റബ്ബക അലീമുൻ ഹകീമുൻ. നിന്റെ റബ്ബ് അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, ഹക്കീമാണ്, എല്ലാ ഹിക്മത്തുമുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉന്നതമായ ദറജകൾ നേടണമെന്നുണ്ടോ, അല്ലെങ്കിൽ ആ സ്ഥാനം ലഭിക്കണമെന്നുണ്ടോ, മഹത്തായിട്ടുള്ള കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. മഹത്തായിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാതെയും പൂർത്തീകരിക്കാതെയും ക്ഷമിക്കാതെയും സാക്ഷാത്കരിക്കാതെയും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പൊ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് അന്നൽ മറാത്തിബൽ ആലിയാത്ത് ലാ തുനാലു ഇല്ലാ ബിൽ വസാഇൽ ജലീല, മഹത്തായിട്ടുള്ള വഴികളിലൂടെ മാത്രമേയാണ് ഉന്നതമായ മർത്തബകൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വമിൻ ഫവായിദി ഹാദ തഅബീർ ലിറുഇയ യൂസുഫ്, ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ
ഈ സ്വപ്നത്തിലുള്ള വ്യാഖ്യാനത്തിലുള്ള ഫവായിദിൽപ്പെട്ടതാണ് മറ്റൊരു കാര്യം പറയാണ്, ബിശാറത്തുൻ അദീമത്തുൻ ലിയാഖൂബ വഉമ്മി യൂസുഫ വഇഖ്വതിഹി ബിഹുസൂലി ദിഫഅതി വസ്സലാഹി വൽഖൈർ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മാത്രമല്ല സന്തോഷ വാർത്ത, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പയായ യാഖൂബ് നബിക്കും ഉമ്മക്കും സഹോദരങ്ങൾക്കും ഏറ്റവും നല്ല നന്മയും ഖൈറും ഉണ്ടാകുമെന്ന് സന്തോഷ വാർത്ത ആ സ്വപ്നത്തിലുണ്ട്. ഫയഖൂബ് അലൈഹിസ്സലാം മിൻ അകാബിരിൽ അംബിയായി വഅഫാദിൽ അസ്ഫിയാ. യാഖൂബ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ശ്രേഷ്ഠനായ നബിയാണ്. കാരണം ആ നബിയുടെ സന്താന പരമ്പരയിലാണ് ബാക്കിയുള്ള നബിമാരൊക്കെ വന്നിട്ടുള്ളത്, പിൽക്കാലത്ത് വന്ന നബിമാരൊക്കെ. അപ്പോ അങ്ങനെ ധാരാളം നബിമാരുടെ വന്നിട്ടുള്ളത് പിന്നെ തലമുറയാണ്. അതുപോലെ തന്നെ ഉമ്മുഹു ലഹ, യൂസുഫ് നബി അലൈഹി സ്വലാം ഉമ്മ من الخير والصلاح والرفعة في الدنيا والآخرة حيث شبهت بالشمس أو بالقمر على الاختلاف القولين. ആ ഉമ്മയെ സൂര്യനെന്നോ ചന്ദ്രനെന്നോ പരാമർശിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഷംസ് എന്നുള്ളത് മുഅന്നസും ഖമർ എന്നുള്ളത് മുദക്കറുമാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് സൂര്യൻ ഉമ്മയും ഖമർ ഉപ്പയുമാണോ, അതല്ല ആ ഒരു മഹത്വം കൊണ്ട് ഷംസ് ഉപ്പയാണോ ഖമർ ഉമ്മയാണോ എന്നുള്ളതിൽ ഒരു ചർച്ചയുണ്ട്. എന്താണെങ്കിലും ആ ഒരു സ്ഥാനത്ത് ഈ സ്വപ്നത്തിലൂടെ പരാമർശിക്കപ്പെട്ടുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്കും ഉന്നതമായ സ്ഥാനമുണ്ട്. വയഖ്വതു യൂസുഫ്, ഈ മൂന്നാമതാരാളുള്ളത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളാണ്. وإن كان قد جرى منهم في حق أبيهم وأخيهم من الأذية والعقوق والقطيعة. ആ സഹോദരങ്ങൾ തന്റെ ഉപ്പാരോടും തന്റെ സഹോദരനോടും പല രീതിയിൽ ഉപദ്രവങ്ങൾ വരുത്തിയിട്ടുണ്ട്, ബന്ധം മുറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. മാ ജറ, അതുപോലെ പലതും. വലാകിന്ന, പക്ഷേ അബാഹും വഅഖാഹും അഫയ അൻഹും, അവരുടെ ഉപ്പയും അവരുടെ സഹോദരനും അഥവാ യാഖൂബ് നബി അലൈഹി ഇസ്ലാമും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു കൊടുത്തിട്ടുണ്ട്. വസ്തഗ്ഫറല്ലാഹു ലഹും, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്. വല്ലാഹു തആല അർഹമുർ റഹീമീൻ, അള്ളാഹു ആണെങ്കിലോ അർഹമുർ റഹീമീനുമാണ്. എന്നിട്ട് പറയാണ്, ഫശംസു വൽ ഖമറു വൻ നുജൂമു തവമ്മനത്തിൻ നൂറ വൽ ഇർതിഫാ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ എന്തുൾക്കൊള്ളുന്നതാണ്? പ്രകാശം ഉൾക്കൊള്ളുന്നതും അതുപോലെ ഉന്നതമായി നിൽക്കുന്നതുമാണ്. വലാകിന്നഹാ മുതഫാവിതത്തുൻ ഫീ നൂരിഹാ ബിഹസബി തഫാവുതി ബൈനൽ അബവൈൻ വബൈനൽ ഇഖ്വ. എന്നാൽ എന്തുണ്ട്? അവരുടെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ദർജയുണ്ട്. അതുകൊണ്ടാണ് ഉപ്പായും ഉമ്മയും സൂര്യനും ചന്ദ്രനുമാണെന്നും ബാക്കിയുള്ള നക്ഷത്രങ്ങളുമാണെന്ന് പറയാനുള്ള കാരണം. ഫൽഹാസിൽ, മൊത്തത്തിൽ അന്ന ഹാദിഹി റുഇയ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സ്വപ്നം തവമ്മനത് മാ ഹസല ലിയൂസുഫ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ദുനിയാവിലും ആഖിറത്തിലുമുള്ള നന്മകളെ കുറിച്ച് അറിയിക്കുന്നുണ്ട്. വൽ മഖാമാത്തിൽ അദീമ, മഹത്തായ സ്ഥാനത്തെ കുറിച്ച് അറിയിക്കുന്നുണ്ട്. വൽ വസായിൽ, അതിലേക്കുള്ള മാർഗങ്ങളെ കുറിച്ച്. വൽ മിനനില്ലതി ഔറദത്ഹാ ഹാദിഹിൽ ഉമൂർ വമാ ഹസന ലി അബവൈഹി വഇഖ്വതിഹി മിൻ മുശാറകതിഹി ഫി ഖൈരി ദുനിയ വൽ ആഖിറ വല്ലാഹു തആല അലം. അതുപോലെ തന്നെ തന്റെ ഉപ്പക്കും ഉമ്മാക്കും സഹോദരങ്ങൾക്കുമുള്ള സ്ഥാനവും അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വപ്നത്തിൽ നിന്ന് മാത്രമുള്ള ചില കാര്യങ്ങളാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മളിത് നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കുക പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. എന്നാൽ ഈ ഒരു ചരിത്രത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. ഈ സൂറത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തഫ്സീറുകളും വേറെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ഒരു സാഹചര്യം സബബ് നുസൂലായിട്ട് കാണുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന ഭാര്യയായ ഖദീജ ബീവിയും അതുപോലെ തന്നെ പിന്നെ പിതൃവ്യൻ അബൂ താലിബും സംരക്ഷണമായിട്ട് നാട്ടുകാരുണ്ടായിരുന്ന അവർ മരണപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ത്വായിഫിലേക്ക് കുടുംബക്കാരിലേക്ക് പോയപ്പോ ആ കുടുംബക്കാരും കൈവിട്ട ഒരവസ്ഥയിൽ വളരെയധികം ഇനി എന്ത് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വളരെ വിഷമത്തിലായിരുന്ന ഒരവസ്ഥയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദഅവത്തിന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു സൂറത്ത് കൂടിയാണ് സൂറത്ത് യൂസുഫ് എന്ന് പറയുന്നത്. സ്വഹാബികളും ആ അവസ്ഥയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥയിലാണ്. അവിടെ അല്ലാഹു തആല നിനക്ക് ഞാനിതാ നല്ലൊരു കഥ പറഞ്ഞു തരാം എന്ന് പറയുമ്പോ സ്വന്തം സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സ്വന്തം സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയ നിന്റെ ഒരു പൂർവികനായിട്ട് നബിയുടെ ചരിത്രം പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നീട് ഓരോ കാര്യങ്ങൾ കടന്നുപോയിട്ട് യൂസുഫ് നബി അവസാനം അവരുടെ മുമ്പിൽ ഉന്നതമായ സ്ഥാനത്താണ് എത്തുന്നത്.
ആ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെട്ട് പിന്നീടുണ്ടായ ഒരുപാട് ഹിജ്റയും ബദറും ഉഹദും എല്ലാം കഴിഞ്ഞിട്ട് മക്കം ഫത്ഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് അവിടുത്തെ രാജാവായിക്കൊണ്ടാണ്. അപ്പൊ ജീവിതത്തിലെ ആ ഘട്ടങ്ങളും അതിനുശേഷമുള്ള നല്ലൊരു പര്യവസാനവും അത് ക്ഷമ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും യഖീന് കൊണ്ടും സിദ്ഖ് കൊണ്ടുമെല്ലാം മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നറിയിക്കുന്ന ഒരു പാഠം കൂടിയാണത്. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. എന്നിട്ട് കിതാബിൽ അൽ ഫസ്ലുൽ അവ്വൽ ഒന്നാമത്തെ ഫസ്ൽ പറയുന്നത് വഅമ്മർ റുഇയാ അൽ ഫതയൈൻ, അടുത്ത സ്വപ്നം ഈ സൂറത്തിൽ പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കിടന്ന സന്ദർഭത്തിൽ ഒപ്പമുണ്ടായിരുന്ന 2 യുവാക്കൾ അവർ കണ്ട ഒരു സ്വപ്നത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. ഹൈസു ഖാല അഹദുഹുമാ, അതിലൊരാൾ പറഞ്ഞു ഇന്നി അറാനി അഅസിറു ഖംറൻ വഖാല അൽ-ആഖർ ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സൻ തഅകുലു അത്ത്-തയ്റു മിൻഹു. അതിലൊരാൾ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിലുണ്ട്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാം നല്ലൊരു വ്യക്തിയാണ്, അറിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് തോന്നിയപ്പോ അവർ രണ്ടുപേരും വന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഞാൻ മദ്യം പിഴിഞ്ഞു കൊടുക്കുന്ന, മുന്തിരിയിൽ നിന്നെല്ലാം ഖംർ പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. മറ്റേ ആള് പറഞ്ഞു ഞാൻ തലയിൽ ഖുബ്സ് റൊട്ടിയും മറ്റും വെച്ച് പോകുകയും അതിൽ നിന്ന് പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നതും ഞാൻ കണ്ടു എന്നവർ പറഞ്ഞു. فَتَلَطَّفُوا لِيُوسُفَ أَن يُبَلِّغْهُمَا بِتَأْوِيلِ رُؤْيَاهُمَا لما شاهدوا من إحسانه للأشياء وإحسانه إلى الخلق. അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു പെരുമാറ്റവും യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്യുന്ന നന്മകളും ആ നല്ലൊരു സ്വഭാവമെല്ലാം കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കണ്ട ഈ സ്വപ്നത്തെ പറ്റി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. فَفَسَّرَ رُؤْيَا مَنْ رَأَى أَنَّهُ يَعْصِرُ خَمْرًا. എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ മദ്യം പിഴിയുന്ന ആളെ പറ്റി പറഞ്ഞു അന്നഹു യൻജു മിൻ സിജ്നിഹി വയഊദു ഇലാ മർതബതിഹി വഖിദ്മതിഹി ലിസയ്യിദിഹി. അയാൾ എന്ത് ചെയ്യും? അയാൾ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടും, പുറത്തേക്ക് വരും. എന്നിട്ട് അവരുടെ നേതാവിന് മദ്യം പിഴിഞ്ഞു കൊടുക്കുന്ന ഖിദ്മത്ത് ചെയ്യുന്ന ആളായിട്ട് മാറും. ഫയഅസിർ ലഹു അൽ-ഐനബ അല്ലദീ യഊലു ഇലൽ ഖംർ. മുന്തിരി, അന്ന് അധികവും മുന്തിരിയിൽ നിന്നാണ് ഈ ഖംർ ഉണ്ടാക്കിയിരുന്നത്. ആ മുന്തിരിച്ചാറ് പിഴിഞ്ഞ് ഖംർ ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തും. വഫസ്സറ റുഅ്യ അൽ-ആഖർ, മറ്റേ വ്യക്തിയോട് പറഞ്ഞു വയുഖ്തലു ثم يسلب فتأكل الطير من رأسه. നീ കൊല്ലപ്പെടും, അതുപോലെ തന്നെ നീ ക്രൂശിക്കപ്പെടും, അഥവാ മറവ് ചെയ്യുകയല്ല, അല്ലാതെ കെട്ടി നിർത്തപ്പെട്ടിട്ട് നിന്റെ തലയിൽ നിന്ന് മറ്റുള്ള പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞു. ഫൽഅവ്വലു റുയാഹു ജാഅത് അലാ വജ്ഹിൽ ഹഖീഖ. ഇതിൽ ഒന്നാമത്തെ ആള് കണ്ട സ്വപ്നം ഹഖീഖത്തായിട്ട് എന്താണോ നടക്കുന്നത് അത് അതുപോലെയാണ് കണ്ടത്. എന്താ കണ്ടത്? പഴച്ചാറ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് അതുപോലത്തെ സ്വപ്നമാണ്. വലാഖർ, രണ്ടാമത് കണ്ടതോ വറുയാഹു ജാഅത് അലാ വജ്ഹിൽ മിസാലി വഅന്നഹു യുഖ്തലു വമഅ ഖത്ലിഹി യുസ്ലബു വലാ യുദ്ഫനു ഹത്താ തഅകുല അത്ത്-തുയൂർ മിൻ റഅസിഹി. രണ്ടാമത്തെ ആൾ ഒരു ഉപമയാണ് കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി അതുപോലെ കാണും, ചിലത് ചില ഉപമകളിലൂടെ കാണും. രണ്ടാമത്തെ ആള് കണ്ട ഉപമ എന്താ? അയാൾ കൊല്ലപ്പെടുമെന്നുള്ളതും അയാൾ മറമാടാതെ ക്രൂശിക്കപ്പെട്ടിട്ട് അയാളുടെ തലയിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുമെന്നുള്ളതാണ്. അത് പക്ഷേ ഒരു ഉപമയിലൂടെ കണ്ടത്. ആദ്യം കണ്ട ആള് നേരിട്ട് ആ കാര്യം എന്താണോ കണ്ടു. وهذا من الفهم العجيب والغوص على المعاني الدقيقة. ഇത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ഒരു അറിവാണ്. وذلك أن العادة أن المقتول يدفن في الحال. സാധാരണഗതിയിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവനെ മറമാടും. ولا تتمكن السباع والطيور من الأكل منه. വന്യമൃഗങ്ങൾക്കോ പക്ഷികൾക്കോ അവന്റെ ശരീരം കൊത്തി തിന്നാൻ കിട്ടൂല. നമ്മളെന്താ, ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യാം? അയാൾ മറമാടും, അയാൾ കൊത്തി തിന്നാൻ കിട്ടൂല. ففهم أن هذا سيقتل ولا يدفن سريعا. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇയാളുടെ കാര്യം പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇയാൾ കൊല്ലപ്പെടും, പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യില്ല? മറമാടപ്പെടില്ല. ഹത്താ യസില ഇലാ ഹാദിൽ ഹാൽ. ഈ സ്വപ്നത്തിൽ കണ്ട പോലെ പക്ഷികൾ തലയിൽ വന്ന് കൊത്തി തിന്നുന്നത് പോലെ. ഫഫി ഹാദാ മിൻ ഫളീഹതിഹി വഖിസ്യതിഹി വസൂഇ മസീരിഹി ദുനിയവി മാ തഖ്ശഇറു മിൻഹുൽ ജുലൂദ്. വളരെ അപകടമായിട്ടുള്ള നിന്ദകരമായിട്ടുള്ള ഒരവസ്ഥയിൽ അയാൾ മാറുമെന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. വഹൈതു അലിമ
അന്ന ഹാദിഹി റുഅ്യ സഹീഹത്തുൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് എന്ത് കഴിവുണ്ട്? സ്വപ്നം സഹീഹായിട്ടുള്ള സ്വപ്നമാണോ അതോ ബാത്തിലായതാണോ എന്ന് അറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ സ്വപ്നം, ഈ രണ്ടാളുടെ സ്വപ്നം അത് സഹീഹാണെന്ന് മനസ്സിലായപ്പോൾ, ലാ ബുദ്ദ മിൻ വുഖൂഇഹ, അത് സംഭവിക്കുമെന്ന് മനസ്സിലായപ്പോൾ, ഉറപ്പായപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർ രണ്ടുപേരോടും പറഞ്ഞു, വഖാല ലഹുമാ ഖുദിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ എന്നോട് ചോദിച്ചത് അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. വഹാദാ മിൻ കമാലി ഇൽമിഹി ലിത്തഅബീരി അല്ലദീ ലാ യുഅബ്ബറു അൻ ظن وتوهم وانما يعبر عن علم ويقين. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ സ്വപ്നം വ്യാഖ്യാനിച്ചത് എന്തെങ്കിലും ഊഹത്തിന്റെ മേലെയോ അല്ലെങ്കിൽ തോന്നലിന്റെ മേലെയല്ല, ദൃഢമായിട്ടുള്ള അറിവിന്റെയും ഉറപ്പിന്റെ മേലെയും ആണ് ആ സ്വപ്നം വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാനുള്ള കാരണം. അഥവാ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ള ആ ഒരു ഇൽമ് അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അതിന് സാധിച്ചത്. വമ്മൽ മുനാസിബത്തു ഫീ ദാലിക്, അതുപോലെ തന്നെ ഇതുമായിട്ടൊരു ബന്ധത്തിൽ പറയേണ്ടത് ഫി അന്ന തുയൂറ ലാ തഖറബു അൽ ഹയ്യ വഇന്നമാ തതനാവലു അൽ മയ്യിത ഇദാ ലം യകുൻ ഇൻദഹു അഹദുൻ വഹാദാ ഇന്നമാ യകൂനു ബഅദ ഖത്ലിഹി വസൽബിഹി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം, ഇത് രണ്ടാമത്തെ ആള് പക്ഷി കൊത്തു തിന്നും, അപ്പോ കൊല്ലപ്പെടുമെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പക്ഷികൾ സാധാരണഗതിയിൽ ജീവനുള്ള ആളുകളുടെ അടുക്കിലേക്ക് വന്ന് അങ്ങനെ ചെയ്യില്ല. എന്ത് ചെയ്യുള്ളൂ? മരിച്ചുപോയതും ഒരാള് ഒപ്പമില്ലാത്തൊരവസ്ഥയിൽ മാത്രമേ അങ്ങനെ മനുഷ്യരെ വന്ന് കൊത്തി തിന്നുള്ളൂ. അതിലൂടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് പറഞ്ഞു? ആ കൊല്ലപ്പെടുകയും അതുപോലെ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറയാനുള്ള കാരണം. വമിൻ കമാലി യൂസുഫ വനുസിഹി വഫിത്നതിഹി അൽഅജീബ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വളരെ മഹത്തായ അറിവും ബുദ്ധിയുടെയും പൂർണ്ണതയിൽപ്പെട്ടതാണ് അന്നഹുമാ ലമ്മാ ഖസ്സ അലൈഹി റുഅയാഹുമാ. വളരെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് തൗഹീദിന്റെ ദഅവത്തിൽ മുന്നിടുന്ന നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ബുദ്ധിയെ കുറിച്ച് പറയാണ്. ആ രണ്ടാളുകൾ അവരുടെ സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തഅന്നാ ഫീ തഅബീരിഹാ വവഅദഹുമാ ബിതഅബീരിഹാ ബിഅസ്റഇ വഖ്തിൻ. പെട്ടെന്ന് തന്നെ യൂസുഫ് നബി അലൈഹി എന്ത് പറഞ്ഞിട്ടില്ല? അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ടില്ല, ഒന്ന് വൈകിട്ട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തരുമെന്ന് പറയുകയും ചെയ്തു. സൂറത്ത് യൂസുഫിലെ 37-ാമത്തെ ആ ഭാഗം കാണാം. ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅവീലിഹി ഖബ്ല അൻ യഅതിയകുമാ. ഇത് ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആദ്യം പറഞ്ഞത്, നിങ്ങളിലേക്ക് ഭക്ഷണം, ജയിലുകളിൽ കിടക്കുന്ന നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കുറച്ചൊന്ന് വൈകിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണത്? ഫവഅദഹുമാ ബിതഅബീരിഹാ ഖബ്ല അവ്വലി തആമിൻ യഅതീഹിമാ മിൻ ഖാരിജി സിജ്നി ലിയത്മഇന്ന വയഷ്താഖ ഇലാ തഅബീരിഹാ. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അത് അറിയാനുള്ള ഒരു ആഗ്രഹവും അത് അറിയുമെന്നുള്ള ഒരു സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. വലിയതമക്കന മിൻ ദഅവതിഹിമാ ഖബ്ല അത്തഅബീർ ലിയകൂന അദ്ആ ലിഖബൂൽ ദഅവതി ഇലല്ലാഹ്. എന്തിനു വേണ്ടിയിട്ട് കൂടിയാണ്? അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, തൗഹീദിലേക്ക്, അതിനേക്കാൾ പ്രാധാന്യമുള്ള തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ലിഅന്ന ദഅവത ലഹുമാ ഇലല്ലാഹ് അഹമ്മു മിൻ തഅബീർ റുയാഹുമാ. അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്താണ്? അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്. ആ തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാം ഒരു സമയം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ അവരാവശ്യക്കാരാണ്, അവർ കേൾക്കും എന്ന് ഉറപ്പാക്കിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിനെ പറ്റിയിട്ടാണ്. രണ്ട് രീതിയിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുലേക്ക് അവരെ ക്ഷണിച്ചത്. റഹിമഹുല്ലാഹ് പറയാണ്, ഫദഅാഹുമാ ഇലല്ലാഹി ബിഅംറൈൻ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരെ അള്ളാഹുലേക്ക് ക്ഷണിച്ചത്. അഹദുഹുമാ, ഒന്നാമത്തേത് ബിഹാലിഹി വമാ ഹുവ അലൈഹി മിനൽ വസ്ഫിൽ ജമീൽ അല്ലദി ഔസലഹു ഇലാ ഹാദിഹിൽ ഹാൽ റഫീഅ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട്, അഥവാ അല്ലാഹു തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൽകിയിട്ടുള്ള ആ മഹത്തായ സ്ഥാനവും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. അതെന്താണ് പറഞ്ഞത്? സൂറത്ത് യൂസുഫിലെ 37-38 ആയത്തുകളിൽ കാണാം, ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി.
ഈ സ്വപ്ന വ്യാഖ്യാനം എന്നെ റബ്ബ് പഠിപ്പിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുടെ ആ പാത, ആ ഒരു മാർഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ലാ ഇലാഹ എന്ന നഫിയ. ഞാൻ എന്തല്ല, അള്ളാഹുവിന് പുറമേയുള്ള അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട്. വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ. ഞാൻ പിൻപറ്റുന്നത് എന്താണ്? എന്റെ ഉപ്പമാരായിട്ടുള്ള ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാഖൂബ് നബിയുടെയും പാതയാണ്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ. ഒന്നിനെയും അള്ളാഹുവിനെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, പങ്കു ചേർക്കില്ല. ذلك من فضل الله علينا وعلى الناس. അത് അള്ളാഹു ഞങ്ങളുടെ മേലെയും ഇത് അംഗീകരിക്കാൻ തൗഫീഖ് ലഭിച്ച ജനങ്ങളുടെ മേലെയും നൽകിയ ഫദ്ലാണ്. വലാകിന്ന അക്സറ الناس لا يشكرون. പക്ഷെ അധിക ആളുകളും അള്ളാഹു നന്ദി കാണിക്കുന്നില്ല. അപ്പൊ ആദ്യം യൂസുഫ് നബി അലൈഹിസ്സലാം ഈ നബിമാരുടെ പരമ്പരയിലുള്ള ഏറ്റവും നല്ല അനുഗ്രഹം ലഭിച്ച ആളാണ്, തൗഹീദിന്റെ വക്താവാണെന്ന് പറഞ്ഞു. വല്ലംറുസാനി, രണ്ടാമത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രണ്ടാമത്തെ രീതി, ദഅാഹുമാ ബിൽ ബുർഹാനിൽ ഹഖീഖിയിൽ ഫിത്രി. ഏതൊരു മനുഷ്യന്റെയും ഫിത്രത്തിൽ, യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തമായ ഒരു പ്രമാണം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നോക്കി ഫഖാല, യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ സാഹിബൈ സിജൻ, എന്റെ ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ, എന്റെ ഒപ്പമുള്ള ആളുകൾ, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. വ്യത്യസ്തമായിട്ടുള്ള റബ്ബുകളാണോ, ഏകനായിട്ടുള്ള ഖാഹിറായിട്ട് സർവാധിപനായിട്ടുള്ള അള്ളാഹുവാണോ ഉത്തമനായിട്ടുള്ളത്? ഇതൊരു ചോദ്യമാണ്. ശിർക്കിന്റെ ആളുകളെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും. ശിർക്കിന്റെ ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ, ശിർക്കിന്റെ ആളുകൾ നോക്കി കുറച്ചു കാലം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒപ്പാണെങ്കിൽ, കുറച്ചു കാലം വേറെ ഏതെങ്കിലും ആളുടെ ഒപ്പം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔലിയാക്കളുടെ ഒപ്പം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാറാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല്ലാണെങ്കിൽ, വേറെ മരമാണെങ്കിൽ, അവർക്ക് ഓരോ സമയം ഓരോ ആളുകളായിരിക്കും. ഒരു പ്രശ്നത്തിന് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മാറ്റം എന്തായില്ലെങ്കിൽ അവരടുത്ത സ്ഥലത്ത് പോകും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകും, അങ്ങനെ പല സ്ഥലത്തുകളിൽ പോകും. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ഒപ്പമുള്ളവർ പറയാണ്, അർബാബുൻ മുതഫർരിഖൂൻ, വ്യത്യസ്തമായിട്ട് റബ്ബാണോ, ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായിട്ടുള്ള എല്ലാം ചെറുതും വലുതും അധികാരപ്പെടുത്തുന്ന സർവാധിപനായിട്ടുള്ള അള്ളാഹുവിനേക്കാൾ ഖൈറായിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹ. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവർ നിങ്ങൾ പേരിട്ട എന്തെല്ലോ കാര്യങ്ങളാണ്. അൻതും വആബാഉകും, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും, മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ആ വിഷയത്തിൽ എന്തിറക്കിയിട്ടില്ല, ഒരു വ്യക്തമായ പ്രമാണവും അധികാരവും ഇറക്കിയിട്ടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ദുനിയാവിലാകട്ടെ പരലോകത്താവട്ടെ അടിമകളുടെ മേലെ ഏതൊരു കാര്യം തീരുമാനിക്കാനും എന്തൊരു കാര്യം തീരുമാനിക്കാനും കൽപ്പിക്കാനും അധികാരം ആർക്കാണുള്ളത്? അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു ആണ് അടിമകളുടെ മേലെ ഏതൊരു കാര്യവും തീരുമാനിക്കുന്നത്. അമറ അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. ആ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, അവനെ അല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യരുത്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരെ ചൊവ്വയുള്ള ദീന്. വലാകിന്ന അക്സറ അന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകളും ഇത് അറിയുന്നില്ല. നോക്കി യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർ ഏറ്റവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് ആവശ്യക്കാരനാണ് എന്ന് മനസ്സിലായ സമയത്ത്, അവർക്ക് അത് പറഞ്ഞു കൊടുക്കുമെന്നാ പറഞ്ഞ സമയത്ത് ആദ്യം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്യുന്ന കാര്യം എന്താണ്? തൗഹീദ് പറഞ്ഞു കൊടുക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക. തൗഹീദിന്റെ ദാഇമാർ മനസ്സിലാക്കേണ്ട ഒരു മാതൃകയാണത്. ഏതൊരു സന്ദർഭത്തിലും മറ്റെന്തിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാനും തൗഹീദ് പറഞ്ഞു കൊടുക്കാനാണ്. അത് അവർക്ക് ബോധ്യപ്പെടുന്ന രീതികളിൽ ഹിക്മത്തോടുകൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സമൂഹമുണ്ട്, ആ സമൂഹം നമ്മുടെ വാക്ക് കേൾക്കാൻ അവരുണ്ടാകുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ ഒരാളുകളാവട്ടെ അതിനുള്ളൊരു അവസരം അവിടെ ഉണ്ട് എങ്കിൽ ഏതൊരു കാര്യത്തിനും അതിന്റെ ഇടയിൽ ഒരു സമയം ഉണ്ടാക്കി തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് തൗഹീദിന്റെ പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്ന മൻ തവഹദ بالكمال من كل وجه وبالقهر للعالم العلوي والسفلي المستحق للألوهية الكاملة. ആരാണോ فإن من توحد بالكمال من كل وجه, അതായത് എല്ലാ രീതിയിലും
ഏകനായിട്ട് ആരാണോ ഉള്ളത് വബിൽ ഖഹ്രി ലിൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി അൽ മുസ്തഹിഖ് ലിൽ ഉലൂഹിയത്തിൽ കാമില. അഥവാ ആകാശ ലോകത്തിന്റെയും ഭൂമിയുടെയും സർവാധികാരം ആരുടെ കയ്യിലാണോ അവൻ മാത്രമാണ് പൂർണ്ണമായ ഉലൂഹിയത്തിന് അർഹനായിട്ടുള്ളവൻ. അതായത് അള്ളാഹു മാത്രമാണ്. അല്ലദീ ഖലഖൽ ഖൽഖ ലിഇബാദതിഹി വഅമറഹും ബിഹാ. അവനാണെങ്കിലോ ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലഹുൽ ഹുക്മു അലാ അബ്ദിഹി ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ അടിമകളുടെ മേലെ എന്ത് വിധിയും നടപ്പിലാക്കാൻ അധികാരം അവനാണുള്ളത്. ഹുവല്ലദീ ലാ യൻബഗി അൽ ഇബാദത്തു ഇല്ലാ ലഹു വഹ്ദ ദൂനൽ മഅബൂദാത്തി നാഖിസത്തിൽ മുതഫർരിഖ. അവനല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്ത് പാടില്ല. വ്യത്യസ്തമായി ദുർബലമായി ന്യൂനതയുള്ള എത്രയോ ഇലാഹുകളെ എടുത്താലും അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അല്ലതി കുല്ലു ഖൗമിൻ യദ്ഊന ഇലാഹിയതിഹ. ആരൊക്കെ ഇവരാണ് ഇലാഹുകൾ എന്ന് വാദിച്ചാലും അവർക്കൊന്നും അതിനുള്ള അധികാരമില്ല. വലൈസ ഫീഹാ മിൻ മആനിൽ ഇലാഹിയ്യ ഷൈഉൻ വല ഇസ്തിഹ്ഖാഖും വഇന്നഹാ ഹി അസ്മാഉൻ ഇസ്തലഹു അലാ തസ്മിയതിഹാ. അവർക്ക് ഉലൂഹിയത്തിന്റെ യാതൊരു അവകാശവുമില്ല, അതിന് യാതൊരു യോഗ്യതയുമില്ല. അവർ വെറുതെ പേരിട്ട് പറയുന്നു എന്ന് മാത്രം. അള്ളാഹു അല്ലാതെ എന്തെല്ലാം ഇലാഹുകളുണ്ടോ എല്ലാവരും എടുത്തോളി. കല്ലിനെ ആരാധിക്കുന്നവരും മരത്തിനെ ആരാധിക്കുന്നവരും മൃഗത്തിനെ ആരാധിക്കുന്നവരും ജാറത്തിനെ ആരാധിക്കുന്നവരെയും ഖബറിനെ ആരാധിക്കുന്നവരും ഒക്കെ നിങ്ങൾ എടുത്തോളി. അവരൊക്കെ അവരുടെ ഇലാഹുകൾക്ക് എന്തെങ്കിലും ഒരു പേരും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ ഈ ഉലൂഹിയത്തിന് അർഹമാകാൻ ഏതെങ്കിലും ഒരു കാര്യം അവരൊന്നും അധികാരപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അള്ളാഹുവിനെ പോലെ ആകാശഭൂമികളുടെ മേലെ വിധി നടപ്പിലാക്കാനോ നിയന്ത്രണമോ അധികാരമോ ഒന്നും അവർക്കൊന്നും ഉണ്ടാവൂല. അസ്മാഉൻ ബിലാ മആനി. അവർ പറയുന്നത് വെറും പേരുകൾ, വെറും വാക്കുകളാണ് അവരുടെ ഇലാഹുകൾക്ക് അവർ പറയുന്നത്. ഫറഅ അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി ദഅവതഹുമാ ഇലല്ലാഹി ഔലാ ബിത്തഖ്ദീമി അലാ തഫ്സീരി റുയാഹുമാ വഅൻഫഉ ലഹുമാ വലിഗൈരിഹിമാ. യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അടുത്ത ഫസ്ലുസ്ഥാനിയാണ്. നമുക്ക് അടുത്ത ഞായറാഴ്ച ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചകളിൽ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.